സുനന്ദയുടെ അച്ഛൻ സുഭാഷിനെയും വീട്ടുകാരെയൊക്കെ അപമാനിക്കുന്ന രീതിയിൽ ഓരോ കമൻറ്റ് പറയാണ്. ഈ നാട്ടിൽ ഒരു വീട്ടുകാരൊഴികെ ബാക്കി എല്ലാവരും ഈ കല്യാണത്തിന് വിളിക്കണം. അപ്പം ഈ നാട്ടുകാർക്ക് മനസ്സിലാവും ആ വീട്ടുകാർക്ക് അത്ര വിലയേ ഉള്ളൂ എന്ന്. ഹരീഷ് സുഭാഷിനോട് പറയും, ഏട്ടൻ സമ്മതിക്കുകയാണെങ്കിൽ ഇപ്പം അയാളുടെ കരണം നോക്കി ഞാനൊന്ന് പൊട്ടിക്കാം. സുഭാഷ് പറയും, അതൊന്നും വേണ്ട, നീ നടക്ക്. അവരവിടെ നിന്ന് നടന്നു പോകുമ്പോൾ സുനന്ദ കരയാണ്. സാന്ദ്ര നിധിയെ ഫോൺ വിളിക്കുകയാണ്. ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട്, നിന്നെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കും. നിധി പറയും, അതിനെന്താ എടുത്തി എവിടെയുള്ളതെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. സാന്ദ്ര പറയും, അത് വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, നീ ലൊക്കേഷൻ ഇങ്ങോട്ട് അയക്കി. നിധി പറയും, അത് ഒരു ബുദ്ധിമുട്ടാവും, ഇത് കുറച്ച് ഉള്ളോട്ടാണ്. സാന്ദ്ര പറയും, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, നിൻ്റെ കിളിക്കോടും അവിടെ ഉള്ളവരെയൊക്കെ എനിക്കൊന്ന് കാണണം. നിധി അതിന് സമ്മതിക്കുകയാണ്. കോൾ ചെയ്യുമ്പോൾ നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയും, ഏടത്തി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. നികേഷ് പറയും, അയ്യോ ഇവിടെ ആകെ വൃത്തികേടായി കിടക്കുകയാണല്ലോ. നിധി പറയും, നമുക്ക് വല്ല ജ്യൂസ് കൊടുത്താലോ, നീ പോയിട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് വാ. നികേഷ് പറയും, അതിന് നമ്മുടെ മിക്സി കേടല്ലേ. നിധി പറയും, അത് ശരിയാണല്ലോ, ഞാൻ പോയിട്ട് ജ്യൂസ് വാങ്ങിച്ചിട്ട് വരാം. അത് പറഞ്ഞ് നികേഷ് പോകാൻ തുടങ്ങുകയാണ്. നികേഷ് പറയും, അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് പോയാലോ. നിധി പറയും, അതൊന്നും വേണ്ട, ഇവിടെ ഞാൻ വൃത്തിയാക്കിക്കോളാം. നിധി അവിടെയൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കുകയാണ്. നികേഷ് വരുമ്പോൾ നികേഷ് പറയും, സൂപ്പർ. നിധി ചോദിക്കും, ആണോടാ, ശരിക്കും നന്നായിട്ടുണ്ടോ. നികേഷ് പറയും, ഈ വീട് വെച്ച് ചെയ്യാവുന്നതിന് മാക്സിമം എടുത്ത് ചെയ്തു. നികേഷ് അപ്പുറത്ത് പോയിട്ട് കോൺഫറൻസ് കോളിൽ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് നിധിയുടെ ഇടത്തിയമ്മ വരുന്ന കാര്യം പറയാണ്. ശ്രുതി പറയും, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ഹരീഷ് ചോദിക്കും, ഞാൻ വരണോ, എനിക്കിവിടെ പണിയുണ്ട്. സുഭാഷ് പറയും, വേണ്ട, ഞാൻ പോയിക്കോളാം. സുധീഷ് കുറേ ചായക്കടിയൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരികയാണ്. നിധിയോട് ചോദിക്കും, എടുത്ത് ഇതുവരെ വന്നില്ലേ. നിധി പറയും, വന്നിട്ടില്ല, കഴിക്കാൻ ജ്യൂസൊക്കെ ഞാൻ നികേഷിനെ വിട്ട് വാങ്ങിച്ചിരുന്നു. ശ്രുതി പറയും, അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ തീർക്കാൻ ഇവനുണ്ടല്ലോ ഇവിടെ. നികേഷ് ചോദിക്കും, ബിസ്ക്കറ്റും മിച്ചറൊക്കെ കൈ വെച്ചിട്ട് റീൽസ് കാണുന്നത് ആരാ, ഞാനല്ലല്ലോ. ആ സമയത്ത് എടത്തി അങ്ങോട്ട് വരികയാണ്. നിധി വേഗം ചെന്ന് എടത്തിയോട് സംസാരിക്കും. സുധീഷും നികേഷും കൂടെ അങ്ങോട്ട് പോകും. സുധി ചോദിക്കും, എടത്തി സുഖമല്ലേ. സാന്ദ്ര പറയും, അതെ. അവിടെ ബാക്കിയുള്ളവർക്കോ. സാന്ദ്ര ഒരു താല്പര്യമില്ലാത്ത രൂപത്തിൽ പറയും, ആർക്കും അസുഖമൊന്നുമില്ല. അതും പറഞ്ഞ് സാന്ദ്ര വീട് മൊത്തത്തിലൊന്ന് നോക്കും. സുധി ഇങ്ങനെ മനസ്സ് പറയും, ഇതെന്താ സ്കാൻ ചെയ്ത് നോക്കുകയാണോ. സാന്ദ്ര അകത്തേക്ക് വരുമ്പോൾ നികേഷ് വേഗം ഒരു കസേര എടുത്ത് ഇട്ട് കൊടുക്കും. സാന്ദ്ര കസേരയിൽ ഇരുന്നിട്ട് മനസ്സിലിങ്ങനെ പറയും, എപ്പോൾ പൊളിഞ്ഞു വീഴുമെന്നറിയാത്ത ഈ വീട്ടിലാണോ ഇവള് താമസിക്കുന്നത്. നികേഷ് വെള്ളം കൊണ്ടു കൊടുക്കുമ്പോൾ സാന്ദ്രയ്ക്ക് അത് കുടിക്കാൻ തോന്നുന്നില്ല. സാന്ദ്ര അത് താഴെ വയ്ക്കും. എന്നിട്ട് ഇതാണോ വീട്. സുധി പറയും, അതെ. സാന്ദ്ര വയ്ക്കും, വാഷ്റൂം എവിടെ. നിധി പറയും, ഞാൻ കാണിച്ചു തരാം. അവർ വാഷ്റൂമിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ സുധി നികേഷിനോട് വയ്ക്കും, അവസാനം ആരാടാ ബാത്റൂമിൽ പോയത്, ബാത്റൂം ക്ലീനാണോ. നികേഷ് പറയും, അച്ഛനാണ്. സുധി പറയും, അയ്യോ കുളമായത് തന്നെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ്. സാന്ദ്ര ബാത്റൂമിൽ കയറുമ്പോൾ തന്നെ അവിടുത്തെ സ്മെല്ല് ഇഷ്ടാവുന്നില്ല. ആകെ കൂടെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. സാന്ദ്ര അപ്പം തന്നെ മൂക്കും പൊത്തി പുറത്തിറങ്ങും. നിധി ചോദിക്കും, എന്താ എടുത്തി, ബാത്റൂം ക്ലീനല്ല, ഞാൻ ക്ലീനാക്കി തരാം. ആ സമയത്ത് സുധി അങ്ങോട്ട് വന്ന് പറയും, വേണ്ട നിധി, ഞാൻ ക്ലീനാക്കി തരാം, നിങ്ങൾ ഹാളിലേക്ക് ഇരുന്നോളൂ. സുധി അവിടെ ക്ലീനാക്കി പുറത്തിറങ്ങുമ്പോൾ നികേഷ് വയ്ക്കും, കുഴപ്പമായിരുന്നല്ലേ. സുധി ഒരു ഇല്ല, ഇച്ചിരി ഷോയാണോ എന്ന് സംശയം. നിധി സാന്ദ്രയ്ക്ക് ജ്യൂസ് കൊണ്ടു കൊടുക്കും. സാന്ദ്ര അതും കഴിക്കുന്നില്ല. നിധി പറയും, എടുത്തി വാ, റൂമിലേക്ക് പോവാം, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. അവർ റൂമിലേക്ക് പോവാണ്. സാന്ദ്ര വയ്ക്കും, നീ എന്തിനാ മോളെ ഇവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇത് ശരിക്കുള്ള കല്യാണം പോലും അല്ലല്ലോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടെന്ന് പറഞ്ഞില്ലേ, നിനക്ക് അങ്ങോട്ട് പോയിക്കൂടെ. ആ സമയത്ത് സുഭാഷ് ജോലി കഴിഞ്ഞ് അങ്ങോട്ട് വരികയാണ്. വരുമ്പോൾ സ്നാക്സും വാങ്ങിച്ചു വരും. സുധിയോട് പറയും, ഞാൻ സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട്, ഇത് കൊടുക്കാം. സുധി പറയും, വേണ്ട ഏട്ടാ, അവർ കഴിക്കുമെന്ന് തോന്നുന്നില്ല. സുഭാഷ് പറയും, നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണമല്ലോ. സുഭാഷ് നേരെ റൂമിലേക്ക് പോവാണ്. സുഭാഷിനെ നിധി പരിചയപ്പെടുത്തി കൊടുക്കും. സുഭാഷ് ഒരു പാത്രം കയ്യിലുള്ള തുണി കൊണ്ട് തുടയ്ക്കുകയാണ്. അവർ അതിലേക്ക് സ്നാക്സ് ഇടുന്ന രീതിയൊക്കെ കാണുമ്പോൾ സാന്ദ്രയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. സുഭാഷ് പറയും, നിങ്ങൾ സംസാരിക്കേ, ഞങ്ങൾ പുറത്തുണ്ടാവും. നിധി പറയും, കഴിക്കെടുത്തി, ഇത് അടുത്തുള്ള കടയിലാണ്, നല്ല ടേസ്റ്റുള്ളതാണ്. സാന്ദ്ര പറയും, വേണ്ട നിധി, നീ എന്നെ എന്തെങ്കിലും വിചാരിച്ചാലും കുഴപ്പമില്ല, എനിക്കിവിടെ നിന്നൊന്നും വേണ്ട, എനിക്കിവിടെ നിൽക്കാനേ തോന്നുന്നില്ല, ഞാൻ പോവാണ്. സാന്ദ്ര അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സുഭാഷ് ചോദിക്കും, ഇത്ര വേഗം പോവാണോ, ചോറ് കഴിച്ചിട്ട് പോവായിരുന്നു. ഞാൻ ഹരീഷിനോട് ചിക്കൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കറിയാവേണ്ട താമസമേ ഉള്ളൂ. സാന്ദ്ര പറയും, ഞാൻ വീട്ടിൽ ആരോടും പറയാതെ പോകുന്നത്, പെട്ടെന്ന് എന്നെ തിരിച്ചു പോകണം. സാന്ദ്ര പോകാനിറങ്ങുമ്പോൾ സുധീഷിനെ സാന്ദ്രയുടെ അടുത്തേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് പറയും, നിധി അവിടെ എത്ര റിച്ചായിട്ടാണ് ജീവിച്ചതെന്ന് നിനക്കറിയാലോ, നിങ്ങളുടെ കല്യാണത്തിൻ്റെ കഥയൊക്കെ എനിക്കറിയാം, അവൾ എന്തിനാ ഇപ്പോഴും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിധി അങ്ങോട്ട് ചെന്ന് ചോദിക്കും, എന്താ എടുത്തി, ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു നിധി, നീ ഇവിടെ നിന്ന് മാറിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഒന്ന് താമസിക്കും.